എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിന്റെ നമസ്കാരം. ജീവിതം ജീവിച്ചു തന്നെ തീർക്കണം. നമുക്ക് ദൈവം തന്ന ജീവിതം അത് ജീവിച്ചു തന്നെ തീർക്കണം. നമ്മൾ തന്നെ ജീവിച്ചേ പറ്റുള്ളൂ. എല്ലാവർക്കും അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കാം, ഉപദേശിക്കാം, എന്താ ഒരു പരിധി വരെയൊക്കെ സഹായിക്കാം, അത്രേ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ജീവിച്ച് തീർക്കണം. പക്ഷേ വിചാരവികാരങ്ങളും എല്ലാ തരത്തിലുള്ള എന്താ പറയുന്നത് സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഉള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പഴയ കാര്യങ്ങളും നമ്മളെ സ്നേഹിച്ച ആൾക്കാരാണല്ലോ നമ്മളെ ദ്രോഹിച്ചത്, ഇനി അങ്ങോട്ട് എന്ത്, അല്ലെങ്കിൽ ഒറ്റ ഒരു നാഥനെ മാത്രം നമ്മൾ മനസ്സിൽ വിശ്വസിച്ച് ഇതാണ് എൻ്റെ സർവസ്വവും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളൊരു സുപ്രഭാതത്തിൽ മായ പോലെ അങ്ങ് മറഞ്ഞു പോവുക. പിന്നെ അങ്ങോട്ട് എങ്ങനെ പിന്നെ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്ന അതുവരെ വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞ് ചുറ്റിനും ഉണ്ടായിരുന്നവരൊന്നും സ്നേഹത്തിൻ്റെ പേരിലല്ല. അങ്ങനെയൊക്കെ നമ്മൾ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നിവിടെ വന്നിരിക്കുന്ന പരാതിയുമായിട്ട് സജിത കൊല്ലം പരവൂരിൽ നിന്ന് വന്നിരിക്കുകയാണ്. അവരുടെ പരാതി വായിച്ചപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും മാനസികമായിട്ട് വളരെ അപ്സെറ്റായി. കാരണം എന്താണ് ലോകത്തിപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും നമുക്ക് സിനിമയിൽ പോലും കാണാത്ത തരത്തിൽ അത്ഭുതങ്ങളാണ്. മനുഷ്യരൊക്കെ ഇത്രയും മാറാനൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ അങ്ങ് വേറെ കഥാപാത്രങ്ങളാവാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. സജിത മാത്രമേ വന്നിട്ടുള്ളൂ. സജിത പരാതിപ്പെട്ട ആൾക്കാരും ഇവിടെ വന്നിട്ടില്ല. എങ്കിൽ പോലും സജിതയുടെ കാര്യം അറിയണം എല്ലാവരും എന്ന് തോന്നിയത് കൊണ്ടാണ് സജിത വിളിക്കുന്നത്. സജിതയുടെ വീടും ഭർത്താവിന്റെ വീടും രണ്ടും പരവൂര് തന്നെയാണോ? രണ്ടുപേരും ഏകദേശം അടുത്തടുത്താണോ താമസം? കുറച്ച് ദൂരമേ ഉള്ളൂ. ആരൊക്കെയുണ്ട് സജിതയുടെ വീട്ടില്? എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും. ഇപ്പോൾ അച്ഛനും അമ്മയാണ്. അനിയത്തി ഉണ്ടായിരുന്നു, വിവാഹം കഴിച്ച്. രണ്ട് പെമ്മക്കളാ നിങ്ങള്? ആങ്ങളമാരും ഇല്ല? അനിയത്തി കല്യാണം കഴിച്ച് കുറച്ച് അപ്പുറത്ത് താമസിക്കുന്നു. അപ്പൊ കല്യാണം എങ്ങനെ ആലോചന വഴി വന്നാണോ? ആലോചനയായിരുന്നു. എന്നിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആലോചന വരെയായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും എല്ലാരും ചേർന്ന് പെട്ടെന്ന് ഉറപ്പിക്കുകയായിരുന്നു. ഹസ്ബൻഡിന് 1 മാസത്തെ ലീവേ ഉള്ളായിരുന്നു. അപ്പോൾ കണ്ട ഉടനെ ഇഷ്ടപ്പെട്ട് ഉറപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യണം. ഗൾഫില് 18 വയസ്സിൽ ഗൾഫിൽ പോയതാണ്. അപ്പൊ എന്നെ വിവാഹം കഴിക്കുമ്പോൾ 32 വയസ്സായി. ഇപ്പൊ 2 സഹോദരിമാരുണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ച് അവർക്കൊക്കെ നല്ലൊരു ജീവിതം നേടിയതിന് ശേഷമാണ് എന്നെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ പല പ്രാവശ്യം ലീവിന് വരുമ്പം ആലോചിക്കുമെങ്കിൽ എല്ലാം കാരണങ്ങളും മുടങ്ങിപ്പോണു. പിന്നെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പം ഇത് തന്നെ മതിയെന്ന് നിർബന്ധം പിടിച്ച്. പക്ഷേ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ലായിരുന്നു. അവർ വേറെ പല കാരണത്തിൽ സ്ത്രീധനം തോനെയും വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിശ്ചയത്തിൻ്റെ അന്ന് വരെ മുടക്കാൻ നോക്കി. അവർക്ക് ഈ മകൻ കല്യാണം കഴിച്ച് പോകുന്നത് താല്പര്യമില്ലെന്ന് പിന്നീടാണ് അത് മനസ്സിലാവുന്നത്. പക്ഷേ ഇത് തന്നെ വേണമെന്ന് ഉറച്ചു നിന്ന് അങ്ങനെ ചേട്ടൻ്റെ നിർബന്ധത്തിൽ തന്നെ വിവാഹം ഉറപ്പിച്ച് പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് പിന്നെ 26 ദിവസമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം തിരിച്ച് ഗൾഫിലേക്ക് ലീവ് തീർന്നു പോയി. അപ്പം അച്ഛനും അമ്മേരെയും കൂടെ തന്നെയായിരുന്നു ഞാൻ. ഒരു ചെറിയ വീടായിരുന്നു. അപ്പോഴവിടെ എൻ്റെ ഭർത്താവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കല്യാണം കഴിഞ്ഞ നാളോട്ട് പറയും, കൂട്ടുകാരൊക്കെ വന്നാൽ ഇരിക്കാൻ ഒരു സ്ഥലമില്ല, അപ്പം നല്ലൊരു വീട് വയ്ക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് അതിന് ശേഷം കല്യാണം കഴിച്ചാൽ മതിയെന്നായിരുന്നു. പക്ഷേ നടന്നില്ല. എങ്ങനെ ഒരു വീട് വയ്ക്കണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ വിവാഹം കഴിഞ്ഞ് തൊട്ട് അച്ഛനും അമ്മയ്ക്കും എന്നോട് അത്ര സ്നേഹമില്ല. അപ്പോൾ എന്നോട് ഭർത്താവ് പറഞ്ഞ് മറ്റു വീട്ടിലോട്ട് വരുമ്പോൾ അവരുടെ സ്വഭാവം നമ്മൾ അത് നോക്കണം, നമ്മളത് പൊരുത്തപ്പെട്ട് പോകണം. ഇഷ്ടക്കേടുകൾ കാണിക്കും, പക്ഷെ എന്നാലും നമ്മളത് സഹകരിച്ച് പോകണം. നീ നല്ലപോലെ സ്നേഹിച്ച അച്ഛനും അമ്മയും തിരിച്ച് നല്ല സ്നേഹം തരും അങ്ങനെ പറഞ്ഞ് എന്നോട് അച്ഛനും അമ്മയോട് വലിയ സ്നേഹത്തോടെ തന്നെ ഞാൻ അവിടെ ജീവിച്ചത്. അവരാഗ്രഹിച്ച രീതിയിലുള്ള സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. 40 പവനും എനിക്ക് 40 പവനും തന്നു. പിന്നെ 15 സെന്റിനടുത്ത് എനിക്ക് ഓഹരി തരാമെന്നും എൻ്റെ അച്ഛനും അമ്മയും വാക്ക് കൊടുത്തു. പക്ഷേ ഹസ്ബൻഡിൻ്റെ പേരിലൊന്നും ഇല്ലായിരുന്നു. ഈ താമസിക്കുന്ന 10 സെന്റ് സ്ഥലം ഹസ്ബൻഡിൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാണ് വിവാഹം നടത്തിയത്. അവിടെ ഒരു ചെറിയ വീട്, കുടുംബ വീട്. അപ്പോൾ പിന്നീട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് ഇതുവരെ എഴുതി വെച്ചിട്ടില്ല. പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അച്ഛനും അമ്മയും ചോദിച്ചായിരുന്നു എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോഴില്ലായിരുന്നു പിന്നീടാണ് അറിഞ്ഞത് വിവാഹത്തിന് ശേഷം. പിന്നെ ഞാൻ അവിടെ ജീവിക്കുമ്പോൾ 26 ദിവസമേ അപ്പോഴങ്ങ് പോയി കഴിഞ്ഞപ്പം പിന്നെ ചേട്ടനൊരു ഫോൺ വിളി വന്ന വലിയ സന്തോഷമാണ്. അപ്പോൾ വീട്ടിൽ ഫോണില്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഫോണുണ്ട്, സുൽകുമാർ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയാണ് ആദ്യം പോണത്. പിന്നീട് ഇങ്ങോട്ട് ആവശ്യപ്പെടുക എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. പിന്നെ അമ്മയുടെ കൂടെ എന്നെ വിടും. അങ്ങനെയാണ് സംസാരിക്കുന്നത് പോലും. പിന്നെ ചേട്ടനുമായിട്ട് സംസാരിക്കുന്നത് ആകെ കത്തിലൂടെയാണ് ഞങ്ങളുടെ സ്നേഹം അങ്ങനെ നിലനിന്ന് പോയത്. അതുകൊണ്ട് എനിക്ക് ചേട്ടനൊരു കത്ത് കിട്ടിയ വലിയൊരു
സന്തോഷമാണ്. അപ്പോഴും ചോദിക്കും അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്, നല്ല സ്നേഹമാണ്. ഞാൻ എല്ലാം നല്ലതുപോലെ തന്നെ, എന്നോടൊരു കുഴപ്പമില്ല, വലിയ കാര്യമാണ്. സഹോദരിമാരെ ഇടയ്ക്ക് വന്നും പോയൊക്കെ നിൽക്കും. പിന്നീട് ഞാൻ ഗർഭിണിയായി, 1 മാസം ഗർഭിണിയായെന്നറിഞ്ഞ് ഗർഭിണിയായി. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് എൻ്റെ അമ്മയും പറഞ്ഞപ്പോഴും പറഞ്ഞു ആദ്യം ഒന്നും പോകണ്ട, ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് അമ്മാവിയും പറഞ്ഞു. പക്ഷേ ഒരുപാട് ഛർദിലൊക്കെ ആഹാരം കഴിക്കാതെയൊക്കെ ആയപ്പം അമ്മയും കൂടി നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ പോയി തുടങ്ങി. ചെക്കപ്പിന് പോകുമ്പോഴും അത്ര ഇഷ്ടമല്ല. ചിലവിനുള്ള പൈസ എല്ലാം അച്ഛൻ്റെ അപ്പൻ്റെയും അമ്മാവിയുടെ പേരിലാണ് അയക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ ചെക്കപ്പിന് പൈസ ഒരുപാടാവും. അതുകൊണ്ട് കുറേ കൂടി പൈസ അയച്ചു തരണമെന്നൊക്കെ പറഞ്ഞ് ചേട്ടന് ഫോണിൽ കൂടെ വിഷമിപ്പിക്കാറുണ്ട്. എന്താവശ്യത്തിനും അവർ പറയുന്ന കാശ് അയച്ചു കൊടുക്കും. എന്ത് ആഹാരം വേണമെങ്കിൽ, എന്ത് ഇഷ്ടമുള്ള ആഹാരം എന്തുണ്ടെങ്കിലും നീ അമ്മയടുത്ത് ചോദിക്കണം, അമ്മയടുത്ത് പറഞ്ഞാൽ മേടിച്ചു തരുമെന്ന്. പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല മാഡം. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയി ഒരാഴ്ച എങ്ങനെ നിൽക്കും. അപ്പോഴാണ് എനിക്ക് ആഗ്രഹമുള്ളതെല്ലാം എൻ്റെ അമ്മയാണ് വാങ്ങിത്തത്. പക്ഷേ പുറത്ത് പറയാൻ പറ്റത്തില്ല. അവിടെ എൻ്റെ ചേട്ടൻ്റെ മനസ്സിൽ വിഷമിക്കും. ഞാൻ പറയും കാര്യമായിട്ട് തന്നെയാണ്, നല്ല ജീവിതമാണെന്നേ പറയത്തുള്ളൂ. നിങ്ങളുടെ അമ്മയുടെ അടുത്തൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഇളയതൊരു അനിയത്തിയാണ്. ഞങ്ങൾ തങ്ങളിൽ 1.5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എത്രയും വേഗം എൻ്റെ കല്യാണം നടത്തണമെന്നുള്ളൊരു വെപ്രാളമായിരുന്നു. അപ്പോൾ അനിയത്തിയും വിവാഹപ്രായമായി. അതുകൊണ്ട് പിന്നെ എൻ്റെ ഒരു ജീവിത ദുഃഖം അച്ഛനും അമ്മയും ഒരിക്കലും ഞാൻ അറിയിക്കത്തില്ല. അച്ഛൻ കുറച്ച് നാൾ ഗൾഫിൽ കഷ്ടപ്പെട്ട് പിന്നെ നടുവേദനയും ഡിസ്ക് കംപ്ലൈൻ്റ് ആയാണ് നാട്ടിൽ ജോലി നിർത്തി വരുന്നത്. പിന്നെ അച്ഛൻ്റെ പേരിലുണ്ടായിരുന്ന ഒരു 10 സെൻറ്റിനോട് അടുത്തുള്ള വസ്തു വിറ്റാണ് എൻ്റെ വിവാഹം കഴിപ്പിച്ചത് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് ഗർഭിണിയായി പൊങ്കാലയൊക്കെ അത് എൻ്റെ വീട്ടിൽ തിരിച്ച് തന്നെ വിളിച്ചുകൊണ്ട് പോയി പ്രസവത്തിന് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ പ്രസവ സമയത്ത് പോലും എൻ്റെ അമ്മയോട് അവർ ക്രൂരമായി എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ പ്രസവ സമയത്തും കാശിൻ്റെ കണക്കുകൾ പറഞ്ഞ് ഓരോന്ന് വേദനിപ്പിക്കുമായിരുന്നു. അദ്ദേഹം വന്നിട്ടില്ല പ്രസവ സമയത്ത്? ഇല്ല, വിളിച്ച് ചോദിക്കും. അപ്പോൾ മൂത്തത് മോനാണ്. അപ്പം മോൻ ജനിച്ചതറിഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് നമ്മളെ ദുഃഖമെല്ലാം തീരും, മോനെ കണ്ടു കഴിയുമ്പോൾ അച്ഛനും അമ്മയുടെ മനസ്സൊക്കെ മാറും, നീ നോക്കിക്കോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും നല്ലപോലെ സ്നേഹിക്കും നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോൾ എന്ന് പറഞ്ഞു. ഞാനും അത് പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ അവർ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും ബന്ധുക്കളെ മുമ്പിൽ വെച്ച് ഒരു സ്നേഹപ്രകടനം അല്ലാതെ വീട്ടിനുള്ളിൽ നടക്കുന്ന കാര്യം എനിക്ക് പുറത്ത് പറയാൻ കഴിയത്തില്ല. അങ്ങനെ ഞാനാണെങ്കിൽ അങ്ങനെ കൂട്ടൊന്നുമില്ല, അയലത്തൊന്നും വലുതായിട്ട് പോകില്ല, വീട്ടിൽ തന്നെയാണ്. പിന്നെ വീടെന്ന് പറയുന്നത് 3 റോഡ് മുക്കാണ്. അവരുടെ വീട് മുൻവശവും റോഡാണ്. 3 റോഡ് വന്ന് മുട്ടുന്ന മുക്കിലാണ്. അതുകൊണ്ട് പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങി ഞാൻ ഇരിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ അമ്മാവനും അമ്മാവിയും എപ്പോഴും പുറത്ത്. പണ്ട് എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ചായക്കച്ചവടമായിരുന്നു. അപ്പോൾ ഒരുപാട് കൂട്ടും, അവിടെ എപ്പോഴും ആൾക്കാർ വരികയും സംസാരവും. പിന്നെ അമ്മാവൻ മദ്യപിച്ച് ചീട്ടുകളിയുണ്ട്. അത് മുറ്റത്താണ് ചീട്ടുകളി, കൂട്ടുകാർ കൂടി. അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും അങ്ങനെ മുറ്റത്തൊന്നും ഇറങ്ങിയില്ല. റോഡ് സൈഡ് ആയതുകൊണ്ട് ഞാൻ മുറിക്കാത്ത തന്നെ. പിന്നെ അതിന് ശേഷം മോനെയും കൊണ്ട് വീട്ടിനകത്ത് തന്നെയാണ് എൻ്റെ ജീവിതം. ബാക്കി കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അവർ നല്ലോണം നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കുഞ്ഞിനെ സ്നേഹിക്കും, ഒരുപാട് ബുദ്ധിമുട്ടിക്കില്ലെങ്കിലും അവർ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കുഞ്ഞിൻ്റെ കാര്യത്തിന് ഒരുപാട് അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കത്തില്ല. അതുകൊണ്ട് അമ്മ രാവിലെ എഴുന്നേൽക്കുകയും രാവിലെ ജോലിക്ക് അടുക്കളയിലൊക്കെ നിൽക്കും. അപ്പോൾ മോനെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനും സഹായിക്കും. അതുകൊണ്ട് വേഗം രാവിലെ എല്ലാ ജോലികളൊക്കെ ഒതുക്കണം, അത് അമ്മയ്ക്കും നിർബന്ധമാണ്. അതുകൊണ്ട് മോനെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനും അമ്മയെ സഹായിക്കും. അങ്ങനെ പോവുകയായിരുന്നു. പിന്നെ ഭർത്താവ് ലീവിന് വരുന്നു, മോനെ കാണാനായിട്ട് വരുന്നു. മോനെ അപ്പോഴും 1.25 വയസ്സ് കഴിഞ്ഞ് വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ അവരൊക്കെ അത്ര താല്പര്യമില്ല ലീവിന് വരുന്നതെന്ന്. നാട്ടിൽ വന്നപ്പം തൊട്ട് ഒരു അകൽച്ച പോലെയാണ്. ഭർത്താവിന് ഇഷ്ടമുള്ള ആഹാരം കൊടുക്കാനും ഒന്നിനും അവരൊക്കെ ഒരു വെറുപ്പ് പോലെ. പിന്നെ ചേട്ടന് അത് കാണുമ്പോൾ ഒരു വിഷമം, കുഞ്ഞിനോടുള്ള സ്നേഹം അത്ര നല്ലതുപോലെ അവർ സ്നേഹം കാണിക്കുന്നില്ല. അപ്പോൾ ചേട്ടന് മനസ്സ് വിഷമമാകുമ്പം ചേട്ടൻ മദ്യപിക്കാൻ തുടങ്ങി. എടുത്ത് കഴിക്കുന്നത് അങ്ങനെ ഞാൻ കാണിച്ചില കൊണ്ടുവയ്ക്കുമ്പോൾ ഞാനതെടുത്ത് ഒളിച്ചു വയ്ക്കും കഴിക്കാതിരിക്കെ. അപ്പോൾ എൻ്റെ അമ്മാവി കാണും ഞാൻ കൊണ്ടുവന്ന് ഒളിച്ചു വയ്ക്കുന്നത്. അത് ഞാൻ ഹസ്ബൻഡ് തിരക്കുമ്പോൾ ഞാൻ പറയത്തില്ല, ഞാൻ ഒളിച്ചു വെച്ചൊന്നും പറയത്തില്ല. അപ്പോൾ അമ്മാവി കാണുന്നത് പറയും, ഇതാണ് അവൾ അവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് കണ്ടിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും. പക്ഷെ എന്നെ അടിക്കാനുള്ള
എല്ലാ അവസരം അവർ പറഞ്ഞുണ്ടാക്കും. പക്ഷെ എൻ്റെ ശരീരത്തിൽ ഇന്നേ വരെ തൊട്ടിട്ട് നോവിച്ചിട്ടില്ല, എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ നാളിലൊക്കെ രാത്രി പറയുമായിരുന്നു, എനിക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. പക്ഷെ എനിക്കതെല്ലാം തുറന്നു പറയാൻ പറ്റത്തില്ല സജിതേ. നിനക്കറിയത്തില്ല, എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള വിഷമങ്ങൾ കൂടുമ്പോഴാണ് ഞാൻ ഇത് അല്പം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും തോനെ കഴിക്കരുത്, ശരീരത്തിന് ദോഷമാവില്ലേ. അപ്പോൾ ഇല്ല, പ്രയാസം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത്തിരി കഴിക്കുമെന്ന് ഇങ്ങനെ പറയുന്നത്. ഈ പെങ്ങന്മാര് ഒക്കെ നല്ല സ്നേഹമാണോ? ആദ്യം നല്ല സ്നേഹമായിരുന്നു. അവര് വരും, ഹസ്ബൻഡ് വരുന്നെന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ വീട്ടിൽ വരും. അല്ല, അല്ലാതെ അദ്ദേഹം ഇല്ലാത്ത സമയത്തും നിങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നോടത്ത് വലിയ കാര്യമൊക്കെ ആയിരുന്നു ആദ്യം. ഈ ഇദ്ദേഹം നിങ്ങളുടെ കല്യാണത്തിന് ശേഷം ഈ പെങ്ങന്മാർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കും? എല്ലാവർക്കും സഹായിച്ചിട്ടുണ്ട്. പിന്നെ വീട് വെക്കുന്നതിന് വേണ്ടി 2 സഹോദരിമാർക്കും വീട് വയ്ക്കുന്നതിന് വേണ്ടി നല്ലതുപോലെ സഹായിച്ച്. പക്ഷേ പുറത്തുള്ള എല്ലാ ബന്ധുക്കൾക്കും എല്ലാം വലിയ സഹായമാണ്. ചേട്ടൻ എന്ന് വെച്ചാൽ കല്യാണം കഴിക്കുന്ന സമയത്ത് അന്വേഷിച്ചപ്പോഴും ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്. പക്ഷേ അച്ഛനും അമ്മേരെയും കാര്യം സംശയം പറഞ്ഞത് നമുക്ക് കുടിയൊക്കെ ഉണ്ട് ഭർത്താവിൻ്റെ അച്ഛന്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നോക്കിയത് ചേട്ടൻ്റെ സ്വഭാവമാണ്. എന്ന് വെച്ചാൽ 2 സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ചയച്ച് കുടുംബം നല്ലപോലെ നോക്കുന്നു, അതാണ് നോക്കിയത്. അച്ഛനും അമ്മയും പക്ഷെ ഇത്രയ്ക്ക് ആ മകനോട് തിരിച്ച് അതുപോലെ സ്നേഹം കാണുമെന്ന് ഞാനും വിചാരിച്ച്. പക്ഷെ അവർ പണത്തിന് വേണ്ടി മാത്രമാണ് മകനെ സ്നേഹിച്ചതെന്ന് അവസാന നിമിഷങ്ങളിലാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ ഭർത്താവിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഈ ഗൾഫിൽ വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്നവർക്ക് അതൊരു അനുഭവ പാഠമായിരിക്കണം. ഇത്രയും അന്ധമായ അച്ഛനും അമ്മയായാലും ഭാര്യ ആരും ഇങ്ങനെ സ്നേഹിക്കരുത്. അവർക്ക് സ്വന്തമായിട്ടൊരു ജീവിതമുണ്ട്. അവർക്ക് അവസാന നിമിഷങ്ങളിൽ എല്ലാവരും കൈയൊഴിയുന്ന ഘട്ടം എത്തുമ്പം അവർക്കൊരു ജീവിതമുള്ളത് ഈ ലോകം അറിയുന്നില്ല. അതെൻ്റെ ഭർത്താവ് പറഞ്ഞിരുന്നു, ഗൾഫിലെ ജീവിതം കുറച്ചൊക്കെ എനിക്കും അറിയാം. ഒരു നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ മിക്ക ദിവസവും ജോലി ചെയ്യുന്നത്. വണ്ടി ഓട്ടിക്കാണ്, വണ്ടി ഡ്രൈവറായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ആരോഗ്യം നോക്കണം, സമയത്ത് ആഹാരം കഴിക്കണം, അതിന് ശേഷം ജോലി ചെയ്താൽ പോരെ. അപ്പോഴൊരു നിനക്ക് നാട്ടിലിരുന്ന് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഞങ്ങളിവിടെ കഷ്ടപ്പെടുന്ന ജീവിതം നിനക്കറിയത്തില്ലെന്ന് പറയാം. അതൊക്കെ കണ്ട് മനസ്സിലാക്കാനേ പറ്റും. നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്ന് എത്ര ദിവസം ഉണ്ടായിരുന്നു അദ്ദേഹം വീട്ടില്? പിന്നെ കുഞ്ഞിനെ കാണാൻ വന്നിട്ട് 2 മാസം ആവാറായപ്പോ തിരികെ പോയി. 2 മാസം ആയപ്പോ തിരികെ പോയി. അത്രയും നാളുണ്ടായിരുന്നു അവിടെ? അപ്പൊ ഇത്ര നാളിനിടയ്ക്ക് ഒരിക്കൽ പോലും നിങ്ങൾ ഈ ഉള്ള പ്രയാസങ്ങളൊന്നും അദ്ദേഹത്തിനോട് പറയാൻ ഇല്ല, ശ്രമിച്ചില്ല? വെറുതെ വിഷമിപ്പിക്കണ്ട. പക്ഷേ ഭർത്താവിന്റെ മുന്നിൽ വെച്ചും അച്ഛനും അമ്മയും ചീത്ത വിളിക്കുമായിരുന്നു എന്നെ. അപ്പോഴ് ഞാൻ കണ്ണീരോട് ഓരോന്ന് പറയുമ്പോൾ ഭർത്താവ് എന്നെ ഓർത്ത് ഒന്നും മിണ്ടല്ലേ, ഒരെണ്ണവും മിണ്ടരുത്, നീ ഒന്നും മിണ്ടരുത്, അച്ഛനും അമ്മയും അങ്ങനെ പറയുന്നത് അങ്ങ് മാറിക്കോളും, അവരുടെ സ്വഭാവമൊക്കെ മാറും. ആദ്യമായിട്ട് ലീവിന് വന്നപ്പം അങ്ങനെ ഒരു പാക്കറ്റ് മിഠായി കൊണ്ടുവന്ന് അപ്പോൾ മൂത്ത നാത്തൂനും മോളും എല്ലാം ഉണ്ട്. അപ്പോഴും മിഠായി കൊണ്ടുവന്ന് എൻ്റെ തന്നു ഒരു പാക്കറ്റ്. അപ്പോഴും ഞാനത് നാത്തൂൻ്റെ മോളെ കയ്യിൽ കൊടുത്ത് ശില്പയെന്നാണ്. അപ്പോഴഞ്ഞ് മോൾ എന്നെ പൊട്ടിച്ച് എല്ലാവർക്കും വീട്ടിൽ അടുത്തുള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കി അതിൽ വെച്ചിരുന്നാൽ മതി, എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊടുക്കാം. അതുപോലെ കൊടുത്തിട്ട് പിന്നീട് പുറത്തുനിന്ന് ആരോ അവിടെ വീട്ടിൽ വന്നപ്പം പറഞ്ഞത്, അവരടുത്ത് പറയുന്നത് ഞാൻ കൊണ്ടുവന്ന മിഠായി പോലും പുറത്ത് കാണിച്ചില്ല, എല്ലാം എടുത്ത് അലമാരി വെച്ച് കൂട്ടിയെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. അവർക്ക് ആർക്കും ഒരു മിഠായി കൊടുത്തില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അമ്മേ ചേച്ചീൻ്റെ മോളായില്ലല്ലേ ഞാൻ അതെടുത്ത് കൊടുത്തത്, അമ്മയ്ക്ക് എല്ലാവർക്കും പൊടിച്ചെന്നു. അപ്പോഴത് ഞാൻ അങ്ങോട്ട് എതിർത്ത് സംസാരിച്ചെന്നും പറഞ്ഞ് എന്നെ പുറത്ത് പറയാൻ പറ്റാത്ത ഭാഷയിൽ ചീത്ത വിളിച്ചു. അതും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച്. അത് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നീ ഒന്നും മിണ്ടാൻ പോകരുത്, തിരിച്ചൊന്നും പറയരുത്, പ്രശ്നമൊന്നും ആക്കരുത്. പിന്നെ എപ്പോഴാണ് അവധിക്ക് വന്ന അദ്ദേഹം? പിന്നെ തിരിച്ചു പോയി. 2 മാസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ മിക്ക ദിവസവും ഭർത്താവിൻ്റെ അച്ഛൻ കുടിച്ചിട്ട് രാത്രിയൊക്കെ ആകുമ്പോൾ എൻ്റെ വീട്ടുകാരെ എന്നെയും ഇപ്പോഴും ചീത്ത വിളിക്കും. എന്താ കാരണമെന്ന് എനിക്കും അറിയില്ല. വെറുതെ ഇരുന്ന് എൻ്റെ വീട്ടുകാരെ തന്നെ ചീത്ത വിളിക്കും. അപ്പം ഞാൻ ഇളയ നാത്തു വരുമ്പോഴും പറയും, ഞാൻ വിഷമം പറയും, എനിക്ക് അച്ഛൻ കുടിച്ചിട്ട് എന്നെ എൻ്റെ വീട്ടുകാരനെ ചീത്ത വിളിക്കുന്നു, ചേച്ചി ഒന്ന് പറയണം ഞാൻ എന്ത് തെറ്റ് ചെയ്ത്. അത് അച്ഛൻ കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചള്ളും പൊട്ടൊക്കെ സംസാരിക്കും, നീ അത് കേൾക്കാൻ പോകണ്ട, അത് നീ മിണ്ടായിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഭർത്താവിന് തിരിച്ചു പോയപ്പോൾ അവന് മനസ്സിലായി, കുഞ്ഞിനെ എന്നെ അവിടെ നിർത്തിയിട്ട് പോയാൽ ശരിയാവത്തില്ല. അപ്പോഴും 2ാമത് ഞാൻ ഗർഭിണിയായി. അങ്ങനെ പിന്നെ എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നെ എൻ്റെ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു. പിന്നീടുള്ള കാലം എന്ന് വെച്ചാൽ ചിലവിന് പോലും പൈസ അയക്കാൻ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ആശുപത്രി ചിലവിന് പൈസ അയക്കാൻ പറ്റാത്ത അവസ്ഥയായി ചേട്ടന്. അവിടെ സാമ്പത്തികമായിട്ട് പ്രയാസമായി പോയി? അല്ല, മാസം
ചേട്ടന് കിട്ടുന്ന ശമ്പളം അത് കറക്റ്റ് വീട്ടിലെത്തണം. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അത് കുറയ്ക്കാതെ ആ തവണ അവർക്ക് കിട്ടണം. അതിൽ എന്തെങ്കിലും വിളിച്ച് ചോദിക്കും. ഒരു ദിവസം എങ്ങനെ തെറ്റിക്കഴിഞ്ഞാലും ശമ്പളം പൈസ കിട്ടിയില്ലേ, ചിലവിനുള്ളതെല്ലാം അവർക്ക് അയച്ചു കൊടുത്താലും അവർക്ക് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചിലവിന് അയക്കുന്നു. അപ്പോൾ ചേട്ടൻ 2-3 മാസം കൂടുമ്പോൾ 3000-4000 അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ഇന്ന ദിവസം ബാങ്കിൽ പോയാൽ മതി, അതിന് ശേഷം പോയാൽ മതി. അപ്പോൾ ഞാൻ ചോദിക്കും എന്ത്, അത് വീട്ടിൽ പൈസ അയച്ചിട്ടുണ്ട്, അവർ വന്ന് പൈസ മാറിക്കൊണ്ട് പോയതിന് ശേഷം നീ പോയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു അതെന്തിനാ രഹസ്യം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇനിയിപ്പോൾ നിൻ്റെ പേരിൽ ചെക്ക് അയക്കുന്നതൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് എനിക്കങ്ങനെ അക്കൗണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചെക്കാണ് അയക്കുന്നത്. അത് ഞാനൊന്നും എതിർത്ത് പറഞ്ഞില്ല. അങ്ങനെ തന്നെയാണ് ഹസ്ബൻഡ് അയച്ചുകൊണ്ടിരുന്നതും പൈസ. പിന്നെ ആരുടെ വീട്ടില് അയച്ചുകൊണ്ടിരുന്നത്? എൻ്റെ വീട്ടിലായിരിക്കുമായിരുന്നു. ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടെ ആയിരുന്നു താമസം. പിന്നെ അവിടെ താമസിച്ചത്? പിന്നെ അവിടെ ആയിരുന്നു. അപ്പൊ അങ്ങോട്ട് ചെക്ക് അയച്ചു തരും അദ്ദേഹം? എൻ്റെ പേരിൽ 1-2 മാസം കൂടുമ്പം ഇതാണ് ചിലവിന്. മോന് ഹോസ്പിറ്റലിൽ എനിക്ക് ചെക്കപ്പിന് പോകണം. വീട്ടു ചെലവെന്ന് പറയാൻ 2 മാസം കൂടുമ്പോഴൊക്കെ ഈ തുക കൊണ്ട് പിന്നെ എൻ്റെ അമ്മ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോവും. പിന്നെ ഞാനും അങ്ങോട്ട് കൂടുതൽ ആവശ്യപ്പെടത്തില്ല. എനിക്കറിയാം ചേട്ടന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് അത്. പക്ഷേ മറ്റുള്ളവരെ സഹായിക്കുമെങ്കിലും നാത്തൂമാർക്കും എല്ലാവർക്കും കൈ എറിഞ്ഞ് സഹായിക്കും. പക്ഷേ അത് പുറത്ത് പറയത്തില്ല, എന്നോടും പറയത്തില്ല. പലപ്പോഴും ഞാൻ ചോദിക്കും, നമുക്ക് കല്യാണത്തിന് ഓരോ കാര്യത്തിനും അയച്ചു കൊടുക്കുമ്പം എന്നെ കൂടി അറിയിച്ചുകൂടെ, ഞാനും അറിയണ്ടേ, മറ്റുള്ളവർ പറഞ്ഞായിരിക്കും ഞാൻ അറിയുന്നത്. അപ്പോൾ പറയും വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല, നീ ആ കണക്കൊന്നും നോക്കണ്ട, അതൊന്നും നീ അറിയണ്ടെന്ന് പറയും. പിന്നെ എൻ്റെ ഇളയ കുഞ്ഞിനെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ അപ്പോഴും എൻ്റെ പേരിൽ പൈസ പ്രസവ ആവശ്യത്തിന് അയച്ചു തന്നു. അത് അറിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഓരോ പ്രശ്നം ഉണ്ടാക്കി, എന്നെ വഴക്ക് പറഞ്ഞ്. അപ്പോൾ ഈ ഇളയ കുഞ്ഞിനെ പ്രസവിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് ലീവിന് വന്നു നാട്ടിൽ. പ്രഷർ കൂടി കണ്ണിന് കാഴ്ചയ്ക്ക് ചെറിയ വ്യത്യാസം വന്നു. അപ്പോൾ അറിയിച്ചില്ല, നാട്ടിൽ അറിയിച്ചില്ല. എന്തോ മാനസിക പ്രയാസം കൊണ്ടാണെന്ന് മനസ്സിലായി. ഇങ്ങനെ നാട്ടിൽ വന്നപ്പോൾ എന്നെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ ചെന്ന് അപ്പോൾ അമ്മയും അച്ഛനൊന്നും അത്ര സഹകാര സ്നേഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചേട്ടൻ പോണ വരെ ഞാനും കുഞ്ഞുങ്ങളും അവിടെ ഇരുന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് കണ്ണിന് ടെസ്റ്റൊക്കെ പോയി, പ്രഷറിനുള്ള ചികിത്സയൊക്കെ നടത്തി ഗുളികയൊക്കെ കഴിച്ച് ഒരു 4-5 മാസം കഴിഞ്ഞപ്പം 4 മാസമൊക്കെ ആയപ്പം കുറഞ്ഞുകൊണ്ട് തിരിച്ച് സൗദിയിലായിരുന്നു. ആദ്യം സൗദിയിൽ ഡ്രൈവറായിരുന്നു, അവിടെ തന്നെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു, കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ആയിരുന്നു താമസം. പിന്നെ അപ്പോൾ ഞാൻ ഒരു പ്രശ്നം അങ്ങനെ ചേട്ടൻ്റെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ ഒന്നും പിന്നെ പറഞ്ഞു, എല്ലാം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സഹകരിച്ച് പോവും. ഞാൻ മോന് കൊടുക്കാൻ തന്നെ പാല് വില ഞാൻ പ്രത്യേകം വാങ്ങിക്കും. അപ്പോഴും അതിന് കൊടുക്കാൻ വേണ്ടി പൈസ മാസം എങ്ങനെയെങ്കിലുമൊക്കെ ഇടയ്ക്ക് വെച്ച് ഹസ്ബൻഡ് അവരറിയാതെയൊക്കെ എനിക്ക് അയച്ചു തരുന്നതെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ആ സമയത്താണ് മൂത്ത നാത്തൂൻ എൻ്റെ വീട്ടിൽ അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസത്തിന് വരുന്നത്. അപ്പോൾ മൂത്ത ആളിയും പട്ടാളത്തിലാണ്, ലീവിലാണ്. ഇടയ്ക്ക് ഇപ്പോൾ ലീവിന് വരുമ്പോൾ ഇവിടെ വീട്ടിൽ വരും, അവിടെ നിൽക്കും. അപ്പോൾ ഞാനും വിചാരിച്ച് ചേച്ചി വന്നു കഴിയുമ്പോൾ എനിക്കൊരു കൂട്ടായി, ഒരു സന്തോഷമായി. ഇപ്പോൾ എൻ്റെ മൂത്ത മോന് 3 വയസ്സായി. അപ്പോൾ ചേച്ചി എല്ലാം അപ്പോൾ വീട്ടിലൊരു സന്തോഷവും ഇതൊക്കെ ആയിരിക്കുന്നു. പക്ഷേ അവിടെ വന്നപ്പം ചേച്ചി താമസമായതിനു ശേഷം പിന്നെ ഓരോ മാസം കഴിയും തോറും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നെയും കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് എങ്ങനെയെങ്ങോ പുറത്താക്കണം. അതിനുവേണ്ടി അവർ എന്തെല്ലാം ക്രൂരത ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ പറയാൻ പറ്റത്തില്ല, എൻ്റെ അച്ഛനമ്മയും വേദനിക്കും. എന്താ അവര് ചെയ്യുന്നവര്? കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനുള്ള ആഹാര സാധനങ്ങൾ പോലും വെച്ച് പൂട്ടാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഇളയ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത എന്ന് പറയാൻ, മോനെ ഡ്രസ്സൊക്കെ മാറ്റി എണ്ണ തേച്ച് കുളിപ്പിക്കാനായിട്ട് അമ്മയുടെയും നാത്തൂൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് മൂത്ത കുട്ടി കുളിപ്പിക്കാൻ എടുത്ത് കുളിമുറി കൊണ്ടുപോയി കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അമ്മയുടെ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ തിണ്ണയിലിരിക്കുന്ന അവരടുത്തിരുന്ന് മോൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊച്ചു മോൻ്റെ കരച്ചിൽ കേട്ട് ഓടി വന്ന് വലിയ കരച്ചിൽ കേട്ടുകൊണ്ട് ഓടി വന്നപ്പം ഞാൻ കണ്ടത് മുറ്റത്ത് മണലിൽ വലിയൊരു ഉറുമ്പിൻ്റെ കൂടുണ്ട് വലിയ. അതിലെൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവരിരുത്തിയിട്ട് അകത്ത് കയറി കതവിൻ്റെ മറയിൽ നിന്ന് ഒളിച്ചു നോക്കുന്നു. കൂടി വേണ്ടിയിട്ടല്ലേ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ മരിക്കും. എപ്പോഴും വിളിക്കുമ്പോൾ അച്ഛനും അമ്മയെ നല്ലപോലെ നോക്കണം, അച്ഛനും അമ്മയെന്നുള്ള ആ ഒരു സ്നേഹ സഹോദരന്മാരും. എന്നിട്ട് ഇത്രയും കാലമായിട്ട് അച്ഛനും അമ്മയുടെ മനസ്സ് മാറുന്നില്ലല്ലോ. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക്
അംഗീകരിക്കുന്നത്. അന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഫോണിൽ കൂടെ. ഞാൻ പറഞ്ഞു കരയല്ലേ, മനസ്സ് വെറുതെ ടെൻഷൻ അടിക്കുകയാണ്, ഇവിടെ വേറെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അന്ന് അവിടെ വെച്ച് രാത്രി അവിടെ വെച്ച് അറ്റാക്ക് വരെയായിരുന്നു. പക്ഷേ ഗൾഫിലെ കൂട്ടുകാർക്കും അറിയത്തില്ലായിരുന്നു ഇവിടെ നാട്ടിലെ ജീവിതം തകരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിന് ചേട്ടൻ വിഷമിക്കേണ്ട. അന്ന് ഡോക്ടർ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ ഡോക്ടറോട് അനുവാദം ചോദിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു രക്തബന്ധമാണ് ഏറ്റവും നല്ലത്, നമുക്ക് അത് ആദ്യം ടെസ്റ്റ് നോക്കാം, പിന്നീട് തരും. പക്ഷേ ഇവരാരും ചേട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞ് എൻ്റെ ടെസ്റ്റുകൾ തുടങ്ങാൻ ഡോക്ടർ, ഞാൻ തയ്യാറാണ്, എൻ്റെ കിഡ്നി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മടിയിൽ കിടത്തിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും എൻ്റെ ചേട്ടൻ പോയി, എൻ്റെ കുഞ്ഞുങ്ങളെ തരിച്ചാക്കി പോയി മാഡം. മുമ്പ് ഗൾഫിൽ നിൽക്കുമ്പോഴേ എന്നോട് പറയും എനിക്ക് ആകെയുള്ള ഇവരെ ക്രൂരതകളും ഞാൻ പറയും എന്നെ ഇഷ്ടമില്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചോ ചേട്ടൻ, ചേട്ടൻ വേറെ വിവാഹം കഴിച്ചു, എനിക്ക് വിഷമമില്ല. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034. വിളിക്കേണ്ട നമ്പർ 9847820096.